നിലവിൽ ഇപ്പോൾ എല്ലാ മൊബൈലുകളിലും കോൾ റെക്കോർഡിംഗ് സംവിധാനമുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും കോൾ വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ റെക്കോർഡാകുക. പരിചയമുള്ള, അതായത് നമ്മൾ സേവ് ചെയ്ത നമ്പറിൽ നിന്നും നമുക്ക് കോൾ വരുമ്പോൾ മാനുവലായിട്ട് നമ്മൾ റെക്കോർഡ് ബട്ടൺ അമർത്തണം. അല്ലെങ്കിൽ ആ വ്യക്തികളെ മാത്രം നമ്മൾ മാനുവലായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് കോൾ വന്നു കഴിഞ്ഞാലും, പരിചയമുള്ള നമ്പറാണെങ്കിലും പരിചയമില്ലാത്ത നമ്പറാണെങ്കിലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഡയലറാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ള ഡയലർ. പക്ഷേ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലെ 1-2 സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റ് ഓപ്പൺ ആകും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം. ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കാണിക്കും. ഇവിടെ സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. സാധാരണ നമ്മൾ കോൾ ചെയ്ത എല്ലാ ഹിസ്റ്ററികളും എല്ലാം ഇതിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ വലതുവശത്തെ മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കോൾ റെക്കോർഡിംഗ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നമുക്കൊരു സ്പെഷ്യൽ നമ്പർ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അൺനോൺ നമ്പർ, അതായത് നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നും കോൾ റെക്കോർഡ് ചെയ്യാൻ ഇവിടെ ഓപ്പൺ ചെയ്യുക. റെക്കോർഡ് ഓൾ കോൾസ് എന്ന ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും പരിചയമുള്ള നിങ്ങൾ സേവ് ചെയ്ത എല്ലാ നമ്പറിൽ നിന്നും ഇനി കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ റെക്കോർഡ് ആകും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്കാൻ കാർഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിലോ മറ്റോ പോയി കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു കാർഡ് നിങ്ങളുടെ കൈവശം തരും. അതിൽ അവരുടെ പേരും നമ്പറും കമ്പനി നെയിമും ഒക്കെ കാണാൻ സാധിക്കും. അത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ മൊബൈലിൻ്റെ ഡയലറിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സ്കാൻ കാർഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനർ ഓപ്പൺ ആകും. ഇതിലെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതിലൊന്ന് സ്കാൻ ചെയ്തെടുത്താൽ മാത്രം മതി. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഈ ഒരു ഡയലറിൽ, അതായത് നിങ്ങളുടെ കോൺടാക്റ്റിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഞാനിതാ ഇത് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്ത ഉടനെ തന്നെ കണ്ടോ അവരുടെ പേര്, അതുപോലെ തന്നെ എത്ര നമ്പേഴ്സ് ഉണ്ട്, അവരുടെ കമ്പനി നെയിം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ കാർഡിലുള്ള എല്ലാ കാര്യങ്ങളും ദാ ഇവിടെ വന്നു കഴിഞ്ഞു. ഏതെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനും സാധിക്കും. അങ്ങനെ ഒരു ഫെസിലിറ്റി ഈ ഒരു ഡയലറിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരു കാർഡ് തന്നു കഴിഞ്ഞാൽ നമ്മൾ പോക്കറ്റിലോ അല്ലെങ്കിൽ പേഴ്സിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കും. പിന്നെ അത് നമ്മൾ മറന്നു പോകും. അപ്പോൾ ഇതാകുമ്പോൾ കാർഡിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഉപകാരം ഈ ഒരു ഡയലറിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഡയലർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.